ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നെന്താ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന്ന് റിലാക്സ് ആയിട്ടുള്ളൊരു ഡേ ഇൻ മൈ ലൈഫാണ്. കാരണം ഇന്ന് സൺഡേ ആണ്. അപ്പോൾ അധികം ധൃതി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ സമയം 7 മണിയാണ് കേട്ടോ. ഞാൻ 6:30 ആയപ്പോഴാണ് എണീച്ചത്. അപ്പോൾ ഇന്ന് സാധാരണ നേരെ കിച്ചണിൽ പോവാതെ ഒരു കാപ്പിയൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെ ബാൽക്കണിയിൽ വന്നിരിക്കുകയാണ്. കാരണം നല്ല മഴയാണ് കേട്ടോ. ഇത് മിസ് ചെയ്യാൻ തോന്നിയില്ല. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ബാൽക്കണിയിൽ വന്ന് കാപ്പിയൊക്കെ കുടിച്ച് നല്ല ചൂട് കാപ്പിയൊക്കെ കുടിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ നല്ല മഴയാണ്, ഇന്നലെ തൊട്ടിട്ടേ നല്ല മഴയാണ് ഇവിടെ. അപ്പോൾ നല്ല തണുപ്പും. അപ്പോൾ ഏറ്റവും നീപ്പിടുന്നൊന്നും എണീച്ചിട്ടില്ല. അപ്പോൾ ഞാൻ എന്തായാലും മെല്ലെ ഇവിടെ വന്ന് കാപ്പിയൊക്കെ കുടിച്ചിട്ട് കിച്ചണിൽ കയറിയിട്ട് രാവിലത്തെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ കിച്ചണിലെത്തിയിട്ടാണ്. അപ്പോൾ ഇനി ഞാനിതാ രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഇടിയപ്പം നൂൽപുട്ട് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് വീട്ടിൽ നിന്ന് വരുമ്പോൾ പൊടിച്ചു കൊണ്ടുവന്ന പൊടിയാണ്, അരിപ്പൊടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. കാരണം എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര മടിയാണ്. കാരണം ഇങ്ങനെ അച്ചിൽ വെച്ച് പീച്ചുന്നതൊക്കെ ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ളൊരു കാര്യമാണ്. ചിലപ്പോൾ മാവിൻ്റെ ഇത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ സമയം നിന്ന് പീച്ചേണ്ടി വരും. അപ്പോൾ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാൻ അധികം നിൽക്കാറില്ല. പക്ഷേ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് കേട്ടോ. പൊടിച്ചതായതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ചതായതുകൊണ്ട് നല്ല സോഫ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പണിക്കിന്ന് പുറപ്പെട്ടത്. ചൂടുവെള്ളത്തിലാണ് കേട്ടോ കുഴയ്ക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒന്ന് കുറച്ച് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടത് ഉണ്ടായിരുന്നു. മുന്നേ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഇട്ടിട്ട് കുതിർത്തി വെച്ചതുണ്ടായിരുന്നു. അപ്പോൾ അത് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. ഗ്രീൻ പീസും പിന്നെ ഒരു ഉരുളൻകിഴങ്ങും ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് എന്തായാലും തീർക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതുകൊണ്ടൊരു മസാലക്കറി പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടിയപ്പത്തിൽ നല്ല ടേസ്റ്റ് അല്ലേ. ഇതെന്തായാലും ഞാൻ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. ചൂടുവെള്ളത്തിൽ കുഴയ്ക്കുമ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആവും. കൈ പിള്ളാതെ സൂക്ഷിക്കണം. നല്ല ചൂടുള്ള വെള്ളമാണ്. ഇത് ചിലവർ തേങ്ങ ഇടാതെ ഉണ്ടാക്കും. ഞാൻ തേങ്ങ ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. അപ്പോൾ എനിക്ക് ടേസ്റ്റ്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് നൂൽപുട്ടിനുള്ളത്. പിന്നെ നമുക്കിത് കുറച്ച് സമയം മൂടി വെക്കാം. എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങും. പിന്നെ നമുക്ക് നമ്മുടെ പട്ടാണി വേവിച്ചെടുക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പം ഇതങ്ങ് തീർക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഒരു കുഞ്ഞി എന്താ പറയുക ഉരുളൻകിഴങ്ങും കൂടി ഉണ്ട്. അപ്പം അതും കൂടി ഒന്ന് മുറിച്ചിടാൻ പോവാണ്. അപ്പം ഇത് കുറച്ച് ഉപ്പും അതുപോലെ മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ ഇതിവിടെ കിടന്ന് വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് നെല്ലിക്കൊട്ടനുള്ള ചോറ് വെക്കണം. നമുക്കിന്ന് ഉച്ചയ്ക്ക് ചോറല്ല, ബീഫ് സ്റ്റീക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ ബീഫ് സ്റ്റീക്ക് ഉണ്ടാക്കാൻ പോവാണ്. അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ മാഷ്ഡ് പൊട്ടറ്റോസ് ഉണ്ട്, അതുപോലെ വെജിറ്റബിൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് നമ്മുടെ ലഞ്ച്. അപ്പോൾ നമുക്ക് ചോറ് വെക്കേണ്ട ആവശ്യമില്ല. അതെന്തായാലും ഞാൻ നെല്ലിക്കൊട്ടിന് ചോറ് വെക്കട്ടെ. അപ്പോൾ നമ്മൾ ഏട്ടവും അതുപോലെ നെല്ലിക്കൊട്ടനും എണീച്ചു. അപ്പോൾ ഞാൻ അവർക്ക് ചായയും നെല്ലിക്കൊട്ടിലെ പാലും ഉണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ 3 ബർണർ ഉള്ളതുകൊണ്ട് നല്ല ഒരു ആശ്വാസമാണ്. കാരണം കുറേ പെട്ടെന്ന് നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിയും, ജോലികൾ. സാധാരണ ഞാൻ മറ്റേ ചോറ് ടർമറിക് കുക്കറിലേക്ക് ആക്കി വയ്ക്കും ഒരു 3/4 വേവായി കഴിഞ്ഞാൽ. പക്ഷെ ഇന്ന് കുറച്ച് ചോറല്ലേ ഉള്ളൂ. ഇത് അധികം അങ്ങോട്ട് വേവുള്ള അരിയല്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേവിക്കാമെന്ന് വിചാരിക്കാം. ഞാൻ ഏട്ടൻ്റെ ചായ റെഡിയായി. അപ്പം ഞാനത് കൊണ്ടേ കൊടുത്തിട്ട് വരാം കേട്ടോ.
ചായയും പാലൊക്കെ കൊടുത്ത് എല്ലാവരും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും നമ്മുടെ മാവ്. തേച്ചുന്നതിന് മുന്നേ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ നൂൽപുട്ട് റെഡിയാവാൻ വേണ്ടി വെച്ചു. ഇനി നമുക്കിതിലേക്ക് കറി ഉണ്ടാക്കണം. അപ്പോൾ ഇന്നൊരു സിമ്പിളായിട്ടുള്ളൊരു തട്ടിക്കൂട്ട് മസാലക്കറിയാണ്. കുറച്ച് പട്ടാണി കടല ഉണ്ട്, അതുപോലെ ഒരു ഉരുളക്കിഴങ്ങുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് സിമ്പിളായിട്ടുള്ള കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ. കുറച്ച് ഉള്ളി, അതുപോലെ തക്കാളി, ഇത്രയും കാര്യങ്ങളെ നമുക്ക് വേണ്ടുള്ളൂ. പിന്നെ പട്ടാണിയും ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിലേക്ക് ഒരു മുറി തേങ്ങയും കൂടി ഞാൻ അരച്ച് ചേർക്കുന്നുണ്ട് ഒരു കൊഴുപ്പിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയായി. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ട്, നൂൽപുട്ടും അതുപോലെ നമ്മുടെ പട്ടാണി കൂട്ടാനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങുകയാണ്. ഞാൻ എന്തായാലും നിവിക്കൂട്ടിന് കൊടുത്തിട്ടേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യം നിവിക്കൂട്ടിന് കൊടുത്തു. അപ്പോൾ ഞങ്ങളുടെ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോൾ ഇത്രയും പാത്രങ്ങളുണ്ട്. അപ്പോൾ ഏട്ടു പറഞ്ഞു ഞാൻ കഴുകി തരാമെന്ന് പറഞ്ഞിട്ട് കഴുകുകയാണ് കേട്ടോ. ഹലോ, അപ്പോൾ നമ്മുടെ കുളി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് നമ്മുടെ സ്റ്റീക്ക് ഉണ്ടാക്കണം. അതുപോലെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, തുടക്കുക, അടിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. നിവിക്കൂട്ടനെ കുളിപ്പിച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്കിനി ആ പരിപാടിയിലേക്കൊക്കെ കിടക്കാം. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റീക്ക്, ബീഫ് സ്റ്റീക്കാണ് കേട്ടോ. അപ്പോൾ അത് ഇന്നലെ പുറത്തു പോയപ്പോൾ വാങ്ങിച്ചു വന്നതാണ്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്ത് നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ടൊക്കെ വെക്കണം. അപ്പോൾ ഈ പരിപാടിയൊക്കെ ഒന്ന് ചെയ്യുന്നത് നമ്മുടെ ഏട്ടാണ്. അപ്പോൾ ഏട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ക്ലീൻ ചെയ്ത് വെക്കട്ടെ. ബാക്കി കാര്യങ്ങളൊക്കെ ഏട്ട് ചെയ്യുന്നുണ്ടാവില്ല കേട്ടോ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് തരാം. അപ്പൊ എന്തായാലും നമുക്ക് ഇനി അത് ക്ലീൻ ചെയ്യാം. അപ്പൊ നമ്മുടെ മാസ്റ്റർ ഷെഫ് ഇവിടെ വന്നിട്ടുണ്ട്. ലിറ്റിൽ ഷെഫ് ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചതാണ്. നീ കുട്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഏട്ടും അടുക്കളയിൽ നമ്മുടെ ലഞ്ച് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഒന്ന് അടിച്ചുവാരി തുടയ്ക്കാമെന്ന് വിചാരിച്ചു. നിവിക്കൂട്ട് എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. അതുപോലെ ഏട്ടുവിന് കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ അരിഞ്ഞു കൊടുത്ത് ഞാൻ നിവിക്കൂട്ടനെ ഉറക്കി. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ബീഫ് സ്റ്റീക്ക് റെഡിയായി കേട്ടോ. നമ്മളിനി കഴിക്കാൻ പോവാണ്. അപ്പോൾ ഈ ഒരു ബീഫ് സ്റ്റീക്ക് എങ്ങനെ ഉണ്ടാക്കിയെന്നുള്ളതിൻ്റെ റെസിപ്പി നമ്മൾ വേറൊരു വീഡിയോയിൽ ചെയ്യാം. ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ലെങ്തി ആവും, അതുകൊണ്ടാണ് ഇതിൽ ആഡ് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ച് ചായയൊക്കെ കുടിച്ച് ചായപാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഉണങ്ങിയ തുണികളൊക്കെ മടക്കി വെച്ചിട്ട് അതുപോലെ കുറച്ച് തുണികൾ വാഷിംഗ് മെഷീനിൽ ഇടാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനും നിവിക്കൂട്ടനും കൂടി അത് വാഷിംഗ് മെഷീനിൽ ഇടുകയാണ്. നിവിക്കൂട്ടന് വാഷിംഗ് മെഷീനിൽ എങ്ങനെയാണ് ഇടുന്നതെന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ ആൾ എന്തോ ക്രീം ചീസ് ബിസ്ക്കറ്റ് കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മുടെ ഡിന്നർ എന്ന് പറയുന്നത് KFC ആണ്. എനിക്കും പരുവനും KFCയും ഏട്ടുവിന് കിഴി പൊറോട്ടയാണ് കേട്ടോ. അപ്പോൾ ഏട്ടു കിഴി പൊറോട്ട ഇങ്ങനെ ഓപ്പൺ ചെയ്യുകയാണ്. ഞാനും ഇതുവരെ ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഞാനൊരു എക്സൈറ്റ്മെൻറ്റിലാണ് അതെങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ കണ്ടോ, കാണുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ തോന്നും. ഇങ്ങനെ ഓരോ ലെയറായിട്ടാണ് 3 പൊറോട്ട ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഓരോ ലെയറിലും ബീഫ് മസാല വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് കേട്ടോ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ KFC കഴിക്കുകയാണ്. നിവികൂട്ടനും ചെറിയ ഇങ്ങനെ പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇട്ടിട്ടുണ്ടായിരുന്നതൊക്കെ എടുത്തിട്ട് വന്ന് ഹാങ്ങറിൽ ഇട്ടു. അപ്പോൾ നിവിക്കുട്ടൻ കഴിച്ച പ്ലേറ്റ് വേസ്റ്റൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ കളയും കേട്ടോ. അങ്ങനത്തെ നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ട് കുട്ടപ്പിക്ക്. അപ്പോൾ ഇനി ഞാൻ നാളെ രാവിലേക്ക് കുറച്ച് കാര്യങ്ങൾ, ഉപ്പേരിക്കുള്ള കാര്യങ്ങളും അതൊക്കെ നുറുക്കി വയ്ക്കുകയാണ്. അപ്പോൾ അതൊക്കെ നുറുക്കി വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈസിയാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ഒരു പരിപാടി ചെയ്യാൻ പോവുകയാണ്. കാരണം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ നമ്മുടെ പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ ഓയിലും ചേർത്തിട്ട് നന്നായിട്ട് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുക. നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് തന്നെ സ്റ്റോർ ചെയ്യാതെ ഐസ് ക്യൂബിൽ നമ്മൾ കട്ടിയാക്കിയിട്ട് ഐസ് കട്ട പോലെ ആക്കിയിട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഒരു മാസത്തോളമൊക്കെ ഇരിക്കുന്നതാണ് പറയണത്.
അപ്പോൾ ഞാൻ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ സക്സസ് ആയി കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ കുറച്ച് ടിപ്സായിട്ട് വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ, സി യു.